നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത്, ജൻസിയിലെ മത്സരം എന്ന് പറയുന്നത് വളരെ നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കാത്ത രീതിയിലുള്ള മത്സരമാണ്. കേരളത്തിലെ KCBയിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് വേക്കൻസി ഉള്ള ഒരു അല്ലെങ്കിൽ ഒഴിവുകളുള്ള ഒരു മേഖലയാണ് സബ് എഞ്ചിനീയർ. ഏതാണ്ട് 5000-നടുത്ത് സബ് എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ബാക്കി ഏതൊരു സെക്ടറിലും ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് റിഫ്ലക്ട് ചെയ്തു വരുന്ന ഒരു മേഖലയാണ് ഇലക്ട്രിസിറ്റി. കേരളത്തിലെ ഒരു എന്താ പറയുന്നത് ഇന്റഗ്രേറ്റഡ് പവർ യൂട്ടിലിറ്റിയാണ് KSEB. ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 1500 മെഗാവാട്ടോളം ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷനുകൾ, അതായത് സോളാർ പാനലുകൾ നമ്മളുടെ KSEBയുടെ ഗ്രിഡിലേക്ക് നമ്മളുടെ പുരപ്പുറ സോളാർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് കിട്ടുക. അത് തന്നെ ഒരു റേഷ്യോ ഉണ്ട്, 4:3:2:1 എന്ന് പറയുന്ന റേഷ്യോ. ഇപ്പം ഞാൻ ഇത്രയും കാലം KSEBയിൽ ജോലി ചെയ്തപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് പാസ്സാകാത്ത ആളാണ് എഞ്ചിനീയർമാരായിട്ട് ജോലി ചെയ്യുന്നത്. ഇപ്പം ജൻസിയുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങളുടെ കുറവ്, കോമ്പറ്റീഷൻ്റെ കൂടുതൽ. അപ്പോൾ അതിനകത്ത് ഈ ഡാർവിൻസ് തിയറിയൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ശക്തമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി വിരമിച്ച സന്തോഷ് സാറാണ്. ഏതാണ്ട് 2 നൂറ്റാണ്ടോളം കേരളത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് KSEB പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ KSEBയെ പറ്റിയും ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ മേഖലയിൽ നിന്ന് ബിരുദം കഴിഞ്ഞ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും KSEBയിൽ ഉണ്ടാകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റികളെ പറ്റിയുമായിരിക്കും നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക. സ്വാഗതം ചെയ്യാം സന്തോഷ് സാറിനെ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കാൻ. സ്വാഗതം സന്തോഷ് സാർ. നമസ്കാരം. നമസ്കാരം. ഈ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയെ പറ്റിയായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഒരു ചെറിയ ലഘു ജീവചരിത്രം ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ KSEBയിൽ ഏതാണ്ട് 29 വർഷത്തോളം സേവനം അനുഷ്ഠിച്ച ശേഷം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ട് വിരമിച്ചു. അക്കാദമിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 91 BTech MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്ത് നിന്ന് പാസ്സായി. 94 MTech ചെയ്തു REC കോഴിക്കോട്, ഇപ്പോഴത്തെ NIT കോഴിക്കോട്. അതിനുശേഷം ജോലി തുടങ്ങുന്നത് കേരളത്തിന് പുറത്താണ്. അതിൽ അഡോർ പവർട്രോണും നെൽക്കോ എന്നുള്ള ടാറ്റ ഗ്രൂപ്പ് കമ്പനിയിലും ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം PSC വഴി KSEB കിട്ടിയപ്പോൾ ഞാൻ KSEB സെലക്ട് ചെയ്തു. അതിന് പല കാരണങ്ങളും ഉണ്ട്. കരിയറിനേക്കാൾ ഉപരി എന്താ പറയുന്നത്, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ളതും പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു സ്വപ്നമാണ് KSEB ജോലിക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ അവസരങ്ങൾ വളരെ കുറവുള്ള ഒരു ഇതാണ്. ഞാൻ 91 പാസ്സായി. 97 KSEBയിൽ കയറാനുള്ള ഒരു അവസരം വന്നത്. അതെന്തായാലും നഷ്ടപ്പെടുത്തേണ്ട. തന്നെയല്ല, നല്ല ഒരു റാങ്ക് ഉണ്ടായിരുന്നു PSC പരീക്ഷയ്ക്ക്. അപ്പോൾ എല്ലാവരും ഉപദേശിച്ചു അത് സ്വീകരിക്കണം. അപ്പോൾ അങ്ങനെ 97 KSEBയിൽ കയറി. 2024 വിരമിച്ചു. അതാണ് എൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു ജീവിതചരിത്രം. സാറ് 91 പാസ് ഔട്ട്, അതായത് BTech പാസ് ഔട്ട് ആയ ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ഒരു ജനറേഷൻ നോക്കുമ്പോൾ ഇപ്പൊ നിലവിലൊരു സാഹചര്യത്തിൽ ഒരു ജനറേഷൻ ഉണ്ട്, 90കളിലെയും 2000ലെയും ജനറേഷൻ, അതായത് ജെൻസി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവർ ജനിച്ച് വന്ന കുട്ടികൾ, അത് കഴിഞ്ഞിട്ട് അവരെക്കാളും 10 വർഷം പ്രായം കുറഞ്ഞ കുട്ടികൾ, അവരൊക്കെ ഇപ്പം അവരുടെ ഒരു കരിയർ തുടങ്ങുന്ന സമയമാണ്. 90കളുടെ കരിയറിന്റെ ഒരു എൻഡ് ടൈമും മറ്റുള്ളവരുടെ കരിയർ തുടങ്ങുന്ന സമയമാണ്. അതായത് ഈ 2 ഘട്ടത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെയുണ്ട്. അപ്പം അവർക്ക് പൊതുവേ ഉണ്ടാവുന്നൊരു കാഴ്ചപ്പാടാണ്. സാറിന് മാത്രം പറയാൻ പറ്റുന്നൊരു ഉത്തരവായിരിക്കും. കാരണം പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിച്ച് KSEBയിലേക്ക് വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ 2 മേഖലയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ എങ്ങനെ നോക്കി കാണുന്നു പ്രൈവറ്റ് സെക്ടറിനെയും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിനെയും, പ്രത്യേകിച്ചും KSEB? ഇപ്പം നമ്മളുടെ പവർ സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കിനും, പവർ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി സെക്ടർ തന്നെ, പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. അതിൽ ഇപ്പോൾ ജൻസി നേരിടുന്ന ഏറ്റവും വലിയ ഒരു സംഗതി നമ്മൾ ആദ്യം പറയാതെ പോകരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള കോമ്പറ്റീഷനാണ്. കാര്യം
എപ്പോഴും ഒരു ജോലി, സ്റ്റേബിളായിട്ടുള്ള ഒരു ജോലി നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത്, ജൻസിയിലെ മത്സരം എന്ന് പറയുന്നത് വളരെ നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കാത്ത രീതിയിലുള്ള മത്സരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് സെലക്ട് ചെയ്യും, പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ സെലക്ട് ചെയ്യും എന്നുള്ള ആ ഒരു ചോദ്യം എപ്പോഴും വരുന്നതാണ്. അതിനകത്ത് ഒന്ന് ഇന്ത്യൻ പവർ സെക്ടറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി സെക്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി സെക്ടർ ഒരു പ്രോമിസിങ് സെക്ടർ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അടിസ്ഥാനപരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സെക്ടറാണ് KSEB എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ബാക്കി ഏതൊരു സെക്ടറിലും ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന ഒരു മേഖലയാണ് ഇലക്ട്രിസിറ്റി. അതായത് ഇൻഡസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് എന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയെ പറയുന്നത്. നമ്മളൊരു അഗ്രികൾച്ചർ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും, ഒരു ഫാം വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്റർ വന്നു കഴിഞ്ഞാലും, AI വന്നു കഴിഞ്ഞാലും ബൂസ്റ്റ് ഉണ്ടാകുന്ന ഒരു സെക്ടറാണ് ഇലക്ട്രിസിറ്റി സെക്ടർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് ഹൈ സിംഗിൾ ഡിജിറ്റ് ടു, അതായത് ഒരു 9 to 10% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. ഇതിൻ്റെ ഒരു റോസി പിക്ചറാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റോസി പിക്ചർ അല്ലാത്ത സംഗതിയും കൂടിയുണ്ട്. അപ്പം ഒരു ബൂമിംഗ് സെക്ടർ തന്നെയാണ്. അതിനനുസരിച്ചിട്ട് ജനറേഷന്, ട്രാൻസ്മിഷൻ, അതിൻ്റെ എല്ലാത്തിനും ഉപരി നമ്മുടെ ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വൈദ്യുത ഉപഭോഗമുള്ള സ്ഥലം കൂടിയാണ്. അതായത് നമ്മളുടെ ക്യാപിറ്റൽ ഫോർ മീൻസ് സ്കോപ്പ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള ഒരു സ്ഥലം. ഇതാണ് ഇതിൻ്റെ ഒരു ജോലി സാധ്യതയെ പറ്റിയുള്ള, അല്ലെങ്കിൽ സാധ്യതയെ പറ്റിയുള്ള നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ. നേരെ മറിച്ച് മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം ഉദ്യോഗാർത്ഥികൾ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അവസരങ്ങൾ വരുന്നു, അതേസമയം കോമ്പറ്റീഷനും വളരെ ശക്തമാണ്. ഇനി പ്രൈവറ്റ് സെക്ടറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? അതിനകത്ത് പണം മുടക്കുന്ന ഷെയർ ഹോൾഡറിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രൈവറ്റ് സെക്ടറിൻ്റെ ആത്യന്തികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ മേഖലയിൽ നമുക്ക് പൈസ കുറയ്ക്കാം, കുറച്ച് ചിലവാക്കാം, ചിലവ് ചുരുക്കാം, മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കും. അതിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കുകയും ഈ പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഏറ്റവും പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് HR, അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്ത് അങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ചിലവ് ചുരുക്കുന്നതും ഈ HR മേഖലയിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് കാണാം. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നല്ല സ്ഥിതിയിൽ ജോലി ചെയ്യുന്ന ശതമാനം വളരെ കുറവാണ്. പക്ഷേ അവിടെ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയ്മെൻ്റ് എന്നൊക്കെ നമ്മൾ പൊതുവേ പറയുമെങ്കിൽ പോലും അതങ്ങനെയല്ല. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളുടെ കമ്പനിയിലെ വിശാരദന്മാർ, ഇൻഫോസിസൊക്കെ പറയുന്നത്, പിന്നെ L&Tയുടെ MD ഒക്കെ പറയുന്ന കേട്ടില്ലേ, നിങ്ങൾ 14 മണിക്കൂർ ജോലി ചെയ്യണം, വർക്ക് ലൈഫ് ബാലൻസ് ഒന്നുമില്ല, വർക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പം നമുക്ക് തരുന്ന പൈസയ്ക്ക് നല്ല രീതിയിൽ അതിനെ നമ്മളെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് പ്രൈവറ്റ് സെക്ടർ. എന്നാൽ PSU എന്ന് പറയുമ്പോൾ, പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ കൂടുതലുള്ളതാണ്. സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറെ ഉള്ള ഒരു മേഖലയാണ് പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് ലാഭേച്ഛയില്ല. ഇപ്പോൾ KSEBക്ക് തന്നെയും KSEB അങ്ങനെ ഒരു ലാഭേച്ഛയോട് അങ്ങനെ ലാഭം ഉണ്ടാക്കിയേ മതിയാകൂ എന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമൊന്നുമല്ല. മറ്റ് പബ്ലിക് സ്ഥാപനങ്ങളും ഏതാണ്ടെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയും എംപ്ലോയി ചെയ്യുന്ന ആൾക്കാർക്ക് ന്യായമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്? പബ്ലിക് സെക്ടർ യൂണിറ്റുകൾക്ക് ഉണ്ട്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ നമുക്കൊരു ജോലി കിട്ടാൻ താരതമ്യേന എളുപ്പമാണ്. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കൻസി ഉണ്ട്, നമുക്കറിയാം, ഏതെങ്കിലും രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്നൊരു ജോലി കിട്ടും. അവരതിൽ അക്കാര്യത്തിൽ ഫ്ലെക്സിബിളാണ്. പിന്നെ ഒരു ഷോർട്ട് ടൈം കോൺട്രാക്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ, ഏതെങ്കിലും ഒരു പ്രൊജക്ട് ബേസ്ഡൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ജോലി കിട്ടാനുള്ള ഒരു സൗകര്യം. പക്ഷേ നമുക്ക് ഒരുപാട് വലിയ ശമ്പളമൊന്നും പ്രതീക്ഷിക്കാനൊക്കത്തില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ കൂട്ടാവും. പബ്ലിക് സെക്ടർ ആകുമ്പോഴത്തേക്കിനും അതൊരു സ്ലോ മൂവിങ് എൻഡൈറ്റിയാണ് ഈ ജോബിനെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരവസരം അവിടെ തുറന്നിട്ടുണ്ടാകത്തില്ല. ആ അവസരം വരുമ്പോൾ നമ്മൾ ഈ സംഗതിയെ കണ്ടുപിടിച്ച് അതിനകത്ത് കയറുക എന്നുള്ളതാണ്.
പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് പ്രൈവറ്റ് സെക്ടറിലെ സ്റ്റെബിലിറ്റി കുറവാണ്. കാര്യം നമുക്കറിയാമല്ലോ, ലേ ഓഫുകൾ ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ കമ്പനികൾ പോലും വളരെയധികം ലേ ഓഫ് നടത്തുന്നുണ്ട്. പബ്ലിക് സെക്ടറുകളിൽ അങ്ങനെ അത്ര വലിയ ലേ ഓഫ് ഒന്നുമില്ല. ലേ ഓഫ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേബിളാണ്. പിന്നെ വരുമാനത്തിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തുടക്കക്കാർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നത് PSU യൂണിറ്റ്സാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ കൂടിയൊക്കെ കിട്ടുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യമൊക്കെ അത് വളരെ നല്ല പ്രീമിയം കമ്പനികളാണ് കുറച്ചൊക്കെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ സാലറി കൊടുക്കുന്നത്. പക്ഷേ അതിന് തുല്യമായിട്ടുള്ള പൈസ തന്നെ നമ്മളിപ്പം KSCB ആയിട്ടോ അല്ലെങ്കിൽ PWDയിലെ ഇലക്ട്രിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു കയറുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ പറയുക, പബ്ലിക് സെക്ടറിൽ അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാലറി കൊടുക്കുന്നുണ്ട്. തന്നെയല്ല, ജീവിതത്തിൽ കുറച്ചും കൂടി ഒരു അനായാസമായിട്ട് ജോലി ചെയ്യാവുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുന്നത്, നമ്മളുടെ അനിശ്ചിതാവസ്ഥ കുറച്ചൊക്കെ മാറ്റാവുന്ന ഒരു സംഗതി PSU ആണ്. പക്ഷേ അത് എന്താ പറയുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കുന്ന കാലയളവ്, അതിൻ്റെ കോമ്പറ്റീഷൻ, അതിൻ്റെ പ്രിപ്പയർഡ്നെസ്, മറ്റുള്ള കാര്യങ്ങൾ കിട്ടിയാൽ കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെ ഗ്യാരണ്ടി ഒന്നുമില്ല. കോമ്പറ്റീഷൻ വളരെ ശക്തമാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ PSU അല്ലെങ്കിൽ PSC എക്സാമിനുകളുടെയൊക്കെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഏതാണ്ട് 1:100 അടുത്തൊക്കെ വരുന്ന ഒരു സ്ട്രൈക്ക് റേറ്റാണ് ഇതിന് എന്താ പറയുന്നത് PSC എക്സാമുകൾക്കൊക്കെ വരുന്നത്. അപ്പം പുതിയ തലമുറ ആൾക്കാരോട് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിരിക്കേണ്ട. പക്ഷേ അതൊരു ആസ്പിറേഷൻ അല്ലെങ്കിൽ അതായിട്ട് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസരം വരുമ്പോൾ നമ്മൾ അതിനകത്ത് കയറി കൂടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. അതിനുവേണ്ടി നോക്കിയിരുന്നിട്ട് കാലം കളയില്ല. കാര്യം കാലം കളയുന്നവർ വളരെ മോശപ്പെട്ട പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ല വർഷങ്ങൾ, ഒരു 20-22 വയസ്സുള്ള ഒരാൾ, എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഒരു 30-35 വയസ്സിനുള്ളിൽ ആണ് നമ്മളുടെ ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ തന്നെ നമ്മളുടെ കരിയർ ബിൽഡ് ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. ആ രീതിയിൽ തന്നെ പോയെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പോൾ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഇയേഴ്സ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടാൻ എളുപ്പമാണ്. പിന്നെ സാലറിയുടെ കാര്യം നമുക്ക് കിട്ടും, പക്ഷെ നമുക്ക് എല്ലാ കാലത്തും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണേലും ആ ജോലി കൈവിട്ടു പോവാം. സർക്കാർ ജോലി കിട്ടാൻ ഒന്ന് എഫേർട്ട് ഇട്ടാൽ, അതായത് ഒരു റെഗുലർ ആയിട്ടുള്ള എഫേർട്ടിൽ നമുക്കത് കിട്ടും. കിട്ടിയാൽ അത് സെക്യൂർഡ് ആണ്. ആ കിട്ടുന്ന സാലറി, ബിഗിനിങ്ങിൽ കിട്ടുന്ന സാലറിയിലും നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്യൂരിറ്റി, റിട്ടയർമെന്റിലും ഏതാണ്ട് മരണം വരെ നമുക്ക് ഉറപ്പിക്കാം. മാത്രമല്ല ഭാര്യ കുട്ടികൾക്കൊക്കെ ഒരു മരണശേഷവും ഒരു സംരക്ഷണം പോലെ തന്നെ നിൽക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ട്. ആ ഒരു വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് ആ ഒരു കാര്യത്തിൽ അറിവുണ്ടാവും. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ, അതായത് ഇലക്ട്രിക്കൽ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കിനും സ്റ്റേറ്റ് പബ്ലിക് സെക്ടറുമുണ്ട്, സെൻട്രൽ പബ്ലിക് സെക്ടറുമുണ്ട്. സ്റ്റേറ്റ് പബ്ലിക് സെക്ടറിലുള്ളത് നമ്മളുടെ KSCB ആണ് നമ്പർ 1 എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. അതിനുശേഷം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്, PWD ഇലക്ട്രിക്കൽ വിഭാഗമുണ്ട്, പിന്നെ ഹാർബർ എഞ്ചിനീയറിംഗ്, അതുപോലെ പിന്നെ ചെറിയ ചെറിയ മേഖലകൾ. പിന്നെ അതിനുശേഷം അധ്യാപനം, അത് അധ്യാപകനായിട്ടുള്ള ജോലികൾ കിട്ടാം ഇതിൻ്റെ നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്. നേരെ മറിച്ച് സെൻട്രൽ പബ്ലിക് സെക്ടർ വരുമ്പോഴത്തേക്കിനും പവർ ജനറേഷനും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനുമുള്ള യൂട്ടിലിറ്റികൾ ധാരാളമുണ്ട്. ഫോർ എക്സാമ്പിൾ NTPC ഉണ്ട്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, BHEL ഉണ്ട്, ബെൽ ഉണ്ട്, പിന്നെ NHPC ഉണ്ട്. അതുപോലെ പബ്ലിക് സെക്ടറിലെ സെൻട്രൽ പബ്ലിക് സെക്ടറിൽ അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ് ഉണ്ട്. അത് വളരെ നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേസിലും അതുപോലുള്ള പ്രീമിയം പബ്ലിക് സെക്ടറുകളിലെ ടോപ്പ് പോസ്റ്റുകളിലേക്ക് വരുന്ന ആൾക്കാർ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളിൽ കൂടിയാണ് വരുന്നത്. പിന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന പ്രിപ്പറേഷനുകളിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി, അതിനെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഈ പറയുന്ന രീതിയിൽ ഇതിൽ നല്ലൊരു പബ്ലിക് സെക്ടറിൽ തന്നെ നല്ലൊരു സ്കോപ്പുണ്ട്. ഓഫ് കോഴ്സ് പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. അപ്പോൾ അത് പബ്ലിക് സെക്ടറിൻ്റെ ഈ പറയുന്ന മെരിറ്റ്സ് നല്ലതുപോലെ ഉള്ളതാണ്.
അപ്പോൾ അതിൽ ഇനി അടുത്തതായിട്ട് KSEBയിൽ വരാൻ സാധ്യതയുള്ളത് സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷനുകളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസികൾ ഉണ്ട്. ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാമും പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ അതാണ് എൻ്റെ എന്താ പറയുന്നത് ഈ ഇതിൽ. പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറൊക്കെ ഇപ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ എക്സാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? റാങ്ക് ലിസ്റ്റ് ഒരെണ്ണം വാലിഡിറ്റി നിൽക്കുകയാണ്, അതിന്റെ എക്സാം ഇപ്പോൾ വന്നിട്ടുമുണ്ട്. ഓക്കെ. അപ്പൊ സാറ് പറഞ്ഞത്, അതായത് പ്രധാനമായിട്ടും ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറഞ്ഞു. അതിൽ 2 ഓപ്പർച്യൂണിറ്റീസ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, മറ്റൊന്ന് സബ് എഞ്ചിനീയർ. അപ്പൊ നമുക്ക് ആദ്യം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ സബ് എഞ്ചിനീയർ ആണ്. അപ്പൊ സാറിന്റെ അറിവിൽ ഈ സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ എന്നത്തേക്ക് വരും എന്നാണ് കരുതുന്നത്? 2023 നമ്മളുടെ റാങ്ക് ലിസ്റ്റുകൾ വന്നത്. 23 വന്ന റാങ്ക് ലിസ്റ്റാണ് എയുടെയും സബ് എഞ്ചിനീയറുടെയും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് 6 മാസം മുമ്പ് തന്നെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്ന് റാങ്ക് ലിസ്റ്റ് റെഡി ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു PSCയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് അവർ അടുത്ത റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്ന, ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്ന ദിവസം തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ താമസിയാതെ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ 10% കോട്ട, അതായത് ബോർഡിനകത്തുള്ള ഡിഗ്രിക്കാർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് വേണ്ടി നടത്തുന്ന എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഈ ആഴ്ച തന്നെ വന്നു കഴിഞ്ഞു. താമസിയാതെ മറ്റുള്ള നോട്ടിഫിക്കേഷനും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പൊ സാറ് പറഞ്ഞതനുസരിച്ച് ഇപ്പൊ നമുക്ക് അത്യാവശ്യം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന എക്സാമിനേഷൻ സബ് എഞ്ചിനീയറുടെ ആണെന്ന് പറഞ്ഞു. അപ്പം ഈ സബ് എഞ്ചിനീയർ പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിയമനങ്ങൾ നടന്നതാണ്. ഇപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നതിൽ ഏതാണ്ട് 600-ലധികം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഇനിയും ഇപ്പൊ 600-ലധികം നിയമനങ്ങൾ നടന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ ഇത്രത്തോളം നിയമനങ്ങൾ നടക്കും സാധ്യതയുണ്ടോ? സാധ്യത എന്ന് പറയുമ്പോൾ കേരളത്തിലെ KSEBയിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് വേക്കൻസിയുള്ള ഒരു അല്ലെങ്കിൽ ഒഴിവുകളുള്ള ഒരു മേഖലയാണ് സബ് എഞ്ചിനീയർ. ഏതാണ്ട് 5000-നടുത്ത് സബ് എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിലിപ്പോൾ ഏതാണ്ട് 70-കളും 60-കളുടെ അവസാനവും 70-കളുടെ ആദ്യമൊക്കെയുള്ള ആൾക്കാർ ഇപ്പോൾ റിട്ടയർമെൻറ്റിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള വേക്കൻസിയിൽ ഒരു 10% കഴിഞ്ഞാൽ തന്നെയും 500 വേക്കൻസിക്ക് പുറത്ത് 500-600 ഇടയ്ക്കുള്ള ഒരു ഫിഗർ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഒരു 2-3 വർഷത്തേക്കുള്ള വേക്കൻസികൾ. അതുപോലെ എഇമാരുടെ ആണെങ്കിൽ ഏതാണ്ട് 2750-നടുത്തൊക്കെ എഇമാർ നിലവിലുണ്ട്. അതിൽ തന്നെ റിട്ടയർമെൻറ്റ് വരുന്നുണ്ട്. കാര്യം ITI കോട്ടയിലുള്ളവരൊക്കെ റിട്ടയർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും റിട്ടയർമെൻറ്റ് നല്ലപോലെ നടക്കുന്നുണ്ട്. വരുന്ന വർഷങ്ങളിൽ റിട്ടയർമെൻറ്റ് കാണും. ഏതാണ്ട് നമുക്കൊരു 10% കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും 300 വേക്കൻസിക്ക് അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം വരുന്ന ഓവർ എ പീരിയഡ് ഓഫ് 3 years. അസിസ്റ്റന്റ് എഞ്ചിനീയർ അപ്പൊ സബ് എഞ്ചിനീയർ വരുമ്പോഴോ ഏതാണ്ട് 500-നടുത്ത് നോക്കും. 500-നടുത്ത്. അതെ, അതെപ്പോഴും കൂടുതലായി. ഈ തന്നെ 300 വരുമ്പോൾ സബ് എഞ്ചിനീയർ 500. അപ്പൊ നേരത്തെ ഈ 5-6 ഇപ്പോൾ റെഗുലറായിട്ട് റാങ്ക് ലിസ്റ്റുകൾ വരുന്നുണ്ട്. നേരത്തെ ഈ 5-6 വർഷം കൂടുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കിനും 600-700. ഇപ്പൊ ഞാൻ കയറിയ റാങ്ക് ലിസ്റ്റിൽ 875 പേരെയായിരുന്നു അന്ന് എടുത്തത്. 97 ബാച്ചിൽ. അപ്പോൾ അന്നേരം അത് 5-6 വർഷം കൂടിയപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ഇപ്പോഴ് നമ്മളുടെ സേവന മേഖല വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയർമാരുടെ റിക്വയർമെൻറ്റ് കൂടുതലായിട്ടും KSEBക്കുണ്ട്. കോൺട്രാക്ട് മേഖലയിലുള്ള ആൾക്കാരാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. അതൊക്കെ റെഗുലറൈസ് ചെയ്യുന്ന ഒരവസരം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കൂടുതൽ ഒഴിവുകൾ വരിക തന്നെ. ഇത്തവണ അഡ്വൈസ് പോയതുപോലെ തന്നെ ഇനിയും അതായത് 3 വർഷം റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി കിടക്കും. അപ്പോൾ 3 വർഷം അപ്പൊ നല്ല നിയമനങ്ങൾ, ഇപ്പം പോയതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ പോകാനുള്ള സാധ്യത കാണാം. ഇലക്ട്രിസിറ്റി സെക്ടർ വികസിച്ചുകൊണ്ടിരിക്കുക. അതിനനുസരിച്ചിട്ട് വേക്കൻസിയുടെ എണ്ണം കൂടുകയാണെങ്കിൽ നമ്മൾ അതേ കാര്യത്തിൽ ഒരു ഒപ്റ്റിമിസം ബയാസ് തന്നെ നോക്കണം എന്നാണ് എൻ്റെ പക്ഷം. വ്യക്തമാണ് സാർ. ഓക്കെ. അപ്പൊ ഇത്രയധികം വേക്കൻസികളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ KSEB എന്ന് പറയുന്ന സംവിധാനത്തെ ഈ ചെറിയൊരു കാലയളവിൽ നോക്കാൻ തന്നെ ഇത്രയധികം ഡൈനാമിക് ആയിട്ട് മാറിയ ഒരു മേഖലയില്ല. അതായത് ഈ അടുത്ത് വരെ കഴിഞ്ഞ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പ് വരെ നമ്മൾ നോക്കുമ്പോൾ KSEB അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ ഞാനടക്കമുള്ളവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വൈദ്യുതി എടുത്ത് ഉപയോഗിക്കുന്നത് എന്ന രീതിയിലായിരുന്നു. എന്നാൽ ഇന്ന് കൺസ്യൂമർ, അതായത് ഇലക്ട്രിസിറ്റിയുടെ റിക്വയർമെന്റ് ഭയങ്കരമായിട്ട് കൂടി. ചുറ്റുവട്ടത്തുള്ള വീടുകൾ പലതും 3 ഫേസുകളിലേക്ക് മാറി. മാത്രമല്ല ഇവർ തന്നെ ഒരു ഉൽപാദകരായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു
ഒരു സമയത്ത് KCB ആസ് എ മിഷണറി ഇവരുടെ റോളും കൂടുന്നു, റെസ്പോൺസിബിലിറ്റീസും കൂടുന്നു, ലോഡും കൂടുന്നു. ഇതിനെ എങ്ങനെയായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത്? ഒരു എംപ്ലോയി അതിൽ ജോലിക്ക് കയറി കഴിയുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെ ഒരു എന്തായിരിക്കും ഒരു സൊല്യൂഷൻ? കേരളത്തിലെ ഒരു എന്താ പറയുന്നത് ഇന്റഗ്രേറ്റഡ് പവർ യൂട്ടിലിറ്റിയാണ് KSEB. ഇന്റഗ്രേറ്റഡ് പവർ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ജനറേഷൻ മുതൽ ട്രാൻസ്മിഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ മുതൽ അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സോളാർ, റിന്യൂവബിൾ എനർജി എന്നൊക്കെ പറയുന്നത് ഉൾപ്പെടെ മാനേജ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് KSEB. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പവറിൻ്റെ ആവശ്യവും അതിൻ്റെ വിശ്വാസ്യതയും വളരെ കൂടി വരികയാണ്. നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് കൂട്ടേണ്ട ഒരു സ്ഥാപനമാണ് KSEB. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ജീവനക്കാർക്ക് അതിനൊത്ത് ഉയരേണ്ടതായിട്ടുണ്ട്. അതിന് വേറെ യാതൊരു സംശയവുമില്ല. അതിന് ഇപ്പം നമ്മളുടെ റിന്യൂവബിൾ എനർജിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 1500 മെഗാവാട്ടോളം ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷനുകൾ, അതായത് സോളാർ പാനലുകൾ നമ്മളുടെ KSEBയുടെ ഗ്രിഡിലേക്ക് നമ്മളുടെ പുരപ്പുറ സോളാർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാലനവും അതിൻ്റെ സൂപ്പർവിഷൻ, അതിൻ്റെ റീഡിംഗ് എടുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവനക്കാർക്കിടയിൽ നല്ലൊരു ലോഡ് ഭാരം തന്നെ. ലക്ഷക്കണക്കിന് കൺസ്യൂമേഴ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ രീതിയിൽ ജോലിഭാരം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അത് സംഭവം നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ശരിയായിട്ടുള്ള രീതിയിൽ ആ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ചിട്ട് തന്നെ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവനക്കാരുടെ എണ്ണം കൂടണം, മറ്റുള്ള സൗകര്യങ്ങൾ കൂടണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള സേവനം പൊതുജനങ്ങൾക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സേവനം നൽകേണ്ട ബാധ്യതയുള്ളിടത്തോളം കാലം നമുക്ക് ജീവനക്കാരുടെ എണ്ണം ഒരു കാരണവശാലും കുറയാനൊക്കത്തില്ല, അത് കൂടിയേ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ആണ് എൻ്റെ പക്ഷം. സാറ് പറഞ്ഞ കുറെ പോസ്റ്റുകളും KCBയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ KCBയുടെ അഡ്വാൻറ്റേജ് മനസ്സിലായി, KCBയിലെ പോസ്റ്റുകളുടെ വേക്കൻസികളുടെ സാധ്യതകളൊക്കെ വന്നു. ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു വന്ന 2-3 പോസ്റ്റുകളിൽ ഇപ്പം ഈ അടുത്ത് തന്നെ നടക്കാൻ പോകുന്നത്, അതായത് ഈ November 14 നടക്കുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നാണ്, അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. സ്വാഭാവികമായിട്ടും അതിന് പഠിക്കുന്ന കുറെ ഉദ്യോഗാർത്ഥികൾ KCBക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും, KCBക്ക് പ്രിപ്പയർ ചെയ്യുന്ന പലരും അതിന് എഴുതുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ 2 ഉദ്യോഗാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് ഈ ചോദ്യം. അപ്പം ഈ 2 പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ ഈ KCBക്കും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണ്? ഇത്രയും വലിയ പോസ്റ്റ് ചെയ്തിരുന്നത് അങ്ങേക്ക് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഞങ്ങൾ KSEBയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന 2 എൻറ്റിറ്റികളാണ്. അതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്നത് പേര് പറയുന്നത് പോലെ തന്നെ ഒരു ഇൻസ്പെക്ഷൻ അതോറിറ്റിയാണ്. കേന്ദ്ര ഇലക്ട്രിസിറ്റി നിയമപ്രകാരം നമ്മൾ കുറേയേറെ സാങ്കേതികമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്ത് ഉറപ്പാക്കി ഒരു വൈദ്യുത പ്രതിഷ്ഠാപനം, അതൊരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, അത് സേഫാണ്, സേഫ് ഫോർ എനർജൈസേഷനാണ്, അത് കണ്ടിന്യൂ ടു ബി സേഫ് ഫോർ ഓപ്പറേഷൻ എന്ന് വാർഷിക ഇൻസ്പെക്ഷനുകളൊക്കെ നടത്തി തീരുമാനിക്കുക. അതുപോലെ വയർമാൻമാർക്ക് അതുപോലെ കോൺട്രാക്ടർമാർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പവറുകൾ, അതായത് നിയമപരമായിട്ട് സിദ്ധിച്ച പവറുകൾ ഉള്ള ഒരു സ്ഥാപനമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മെച്ചങ്ങളുണ്ട്. നേരെ മറിച്ച് KSEB എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഇൻ്റഗ്രേറ്റഡ് പവർ യൂട്ടിലിറ്റിയാണ്. അതായത് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കോർപ്പറേറ്റ് പ്ലാനിങ്, മറ്റുള്ള ജോലികൾ, പിന്നെ എന്താണ് പ്രൊജക്ഷൻസ്, കണക്കെടുപ്പ്, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് KSEB. അതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് തികച്ചും വ്യത്യാസമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക്, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു യൂട്ടിലിറ്റിയിൽ ജോലി ചെയ്യാനേ ഒക്കത്തുള്ളൂ. ജനറേഷനിൽ മാത്രമായിട്ടുള്ള യൂട്ടിലിറ്റികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ മാത്രം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, ട്രാൻസ്മിഷൻ മാത്രം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. KSEB അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഒന്നിച്ച് കോർത്തിണക്കി ഒരേ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ആസ്പിറേഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ടെക്നിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജനറേഷനിലാണ് താല്പര്യമുള്ള ഒരാൾക്ക് അതിനകത്ത് ജോലി ചെയ്യാം.
അതിൽ ജോലി ചെയ്തൊരു സഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എനിക്കിനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ടെസ്റ്റിംഗ് ആൻഡ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പവർ എക്യുപ്മെൻറ്റ് ടെസ്റ്റിങ്ങിൻ്റെ യൂണിറ്റ് ഉണ്ട്, അതിൽ ചെയ്യാം. പ്ലാനിങ് വേണമെങ്കിൽ പ്ലാനിങ്ങിൽ പോകാം. ഇനി ഓഫീസ് ജോലികൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ വിവിധമായിട്ടുള്ള മേഖലകൾ, പവർ പ്രൊഡക്ഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള എല്ലാ മേഖലകളിലും ഒരേപോലെ ജോലി ചെയ്യാനും നമുക്ക് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന, അതായത് നമുക്ക് മനസ്സിലുള്ള ഒരു ജോബ് പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് KSEB. എൻ്റെ എക്സ്പീരിയൻസിൽ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഏതാണ്ട് 11 വർഷത്തോളം ജനറേഷനും ഏതാണ്ട് അത്രത്തോളം കാലം ഡിസ്ട്രിബ്യൂഷനും നോക്കും. ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു കാലയളവ് എന്താ പറയുന്നത് ട്രാൻസ്മിഷനും. ഇതിനിടയ്ക്ക് ഒരു 6 വർഷത്തോളം ഞാൻ എൻ്റെ വേറൊരു കരിയറിനായിട്ട് എബ്രോഡും പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതി നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെക്സിബിളായിട്ട് ജോലി ചെയ്യുകയും നല്ല കരിയർ പ്രോസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. സാങ്കേതികമായിട്ട് ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ നമ്മൾ KSEBയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ലൈനൊന്നുമില്ല, വളരെ അത്യന്താധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ SCADA ആയാലും ടെലിമെട്രി ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ലോഡ് ഡിസ്പാച്ചിങ് മുതൽ നമ്മളുടെ ഏറ്റവും ലോഡ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത് നമ്മളുടെ പല ചാനലുകളിൽ നിന്നുള്ള ജനറേഷനെ അല്ലെങ്കിൽ പവറിനെ കേരളത്തിലേക്ക് സോഴ്സ് ചെയ്ത് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനമാണ് ലോഡ് ഡിസ്പാച്ചിങ് സെൻറ്റർ മുതൽ ഇങ്ങേയറ്റം നമ്മൾ ഫ്യൂസ് കെട്ടൽ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് KSEB. അപ്പം അങ്ങനെയുള്ള എന്താ പറയുന്നത്, അങ്ങനെ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്ലെക്സിബിളായിട്ട് ജോലി ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് KSEBയെ പറ്റിയുള്ള എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ KSEBയിലെ വ്യത്യസ്ത പോസ്റ്റുകൾ പലതുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വരാൻ പോകുന്നത് സബ് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സാറ് പറഞ്ഞ പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഈ പോസ്റ്റുകളുടെ ഒക്കെ കാര്യം സാറ് പറഞ്ഞു. ഇപ്പോൾ KSEBയിൽ ഇതല്ലാതെ ITIക്കാർക്കും കയറാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ KSEBയിൽ കയറുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രൊമോഷൻ സ്കോപ്പുകൾ. അപ്പം സാറിന്റെ ഒരു അറിവിൽ നിന്നുകൊണ്ട് ഏതൊക്കെ പോസ്റ്റുകളിൽ ഏതൊക്കെ ലെവൽ വരെയാണ് ഓരോരുത്തർക്കും എത്താൻ പറ്റുന്നത്? ഈ പറഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, ലൈൻമാൻ എന്നൊക്കെ പറയുന്നത് എൻട്രി കേഡറുകളാണ്. എൻട്രി കേഡറുകൾ അതായത് വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ട് ഉള്ള എൻട്രി കേഡറുകളാണ്. ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന എൻട്രി കേഡറിൽ കയറുന്നത്. തീർച്ചയായിട്ടും അവർക്കാണ് ഏറ്റവും വലിയ പോസ്റ്റുകളിലേക്കുള്ള പ്രൊമോഷൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, പിന്നെ ഉള്ളത് ഡയറക്ടർമാരാണ്. 5 ഡയറക്ടർമാരാണ്. അത് ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ചിട്ട് പോകുന്നത്. ബാക്കി ചീഫ് എഞ്ചിനീയർ വരെയുള്ള പോസ്റ്റിങ്. പിന്നെ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടുന്ന റാങ്കാണ് ഈ പറയുന്ന പ്രൊമോഷനുകളുടെ അടിസ്ഥാനം. അതാണ് അതിന്റെ കാതലായിട്ടുള്ള പോയിന്റ്. ഈ PSC പരീക്ഷയ്ക്ക് കിട്ടുന്ന റാങ്കിനനുസരിച്ചിട്ടാണ് ഒരു ഗ്രഡേഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളുടെ പ്രൊമോഷൻ കിട്ടിയ ആൾക്കാരെയും PSC പരീക്ഷയിൽ കൂടി വന്ന AEമാരെയും എല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു ലിസ്റ്റാണ് ഗ്രഡേഷൻ ലിസ്റ്റ്. അതിൽ PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് കിട്ടുക. അതിന് ഒരു റേഷ്യോ ഉണ്ട്. 4:3:2:1 എന്ന് പറയുന്ന റേഷ്യോ. 4, 3, 2 എന്നുള്ള റേഷ്യോയിൽ 4 ഡിഗ്രിക്കാർ, 3 ഡിപ്ലോമ, 2 ITI. ഈ ഒന്നെന്ന് പറയുന്നത് ബോർഡിനകത്ത് നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന 10% വേക്കൻസി ബോർഡിലെ എക്സിസ്റ്റിംഗ് ഡിഗ്രിക്കാർ, അതിന് 10% കോട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആണ് ഈ ഗ്രഡേഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊമോഷൻ നടത്തുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രൊമോഷനിലും മുന്നിൽ വരും. AE ആയിട്ട് കയറുന്ന ആൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ ക്രമം അനുസരിച്ചിട്ട് 1ാം റാങ്കുകാരൻ എന്തായാലും ചീഫ് എഞ്ചിനീയർ ആകും. 1 മുതൽ 15 വരെയുള്ള റാങ്കുകാരും ഏകദേശം ചീഫ് എഞ്ചിനീയർ ലെവലിൽ വരെ വരും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ അതോടൊപ്പം ഇതിനകത്തുള്ള ഗ്രഡേഷനിലെ സ്ഥാനവും എന്നുള്ളതാണ്. സബ് എഞ്ചിനീയർ കാറ്റഗറിയിലും ഇപ്പോഴും നമ്മൾ കയറുന്ന ആൾക്കാർ മിക്കവരും ഡിഗ്രിക്കാരോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരുമാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 10% കോട്ടായിലെ ഈ PSC എക്സാമിൽ കൂടി AE ആയിട്ട് വരണം. അങ്ങനെ വരുമ്പോൾ എന്തിലെത്തും? ഡിഗ്രി കോട്ടായിൽ തന്നെ എത്തും. ഇല്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന
30% ഡിപ്ലോമ കോട്ട എന്നുള്ള സബ് എഞ്ചിനീയർ കോട്ടയിൽ തന്നെ അവർക്ക് AE ആകാനും പിന്നീട് AXE ആകാനും സാധിക്കും. അതിൽ തന്നെ ഡിഗ്രി കോട്ടയിൽ വരുന്ന ഒരാൾക്ക് പിന്നീട് പ്രൊമോഷനകത്ത് റെസ്ട്രിക്ഷൻ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഏത് രീതിയിൽ പോകുന്നോ ഗ്രഡേഷനിൽ വരുന്നോ അതനുസരിച്ചിട്ട് മുകളിലോട്ട് തന്നെ പോകാൻ പറ്റും. ഇനി ലൈൻമാനോ മറ്റോ ആയിട്ട് IT ബേസിൽ കയറുന്ന ഒരാൾക്ക് ഉള്ള ഒരാൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ വരെ, അതായത് ലൈൻമാൻ 1 and 2, പിന്നെ ഓവർസിയർ, സബ് എഞ്ചിനീയർ, അദ്ദേഹത്തിന് AE വരെ ആകാനുള്ള യോഗ്യതയുണ്ട്. അത് അവരുടെ ഏതാണ്ടൊരു കരിയറിൻ്റെ ഒരു അവസാന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ AE ആകാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രൊമോഷൻ സാധ്യത കുറവല്ല, നല്ല പ്രൊമോഷൻ സാധ്യതയുണ്ട്. ഓരോ പ്രൊമോഷനിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക മെച്ചവും കൂടി വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ രീതിയിൽ കുറവല്ല. ഏതാണ്ട് 15ഓളം ചീഫ് എഞ്ചിനീയർ, 30-നടുത്ത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ, എക്സിക്യൂട്ടീവർമാർ ഏതാണ്ട് ഒരു 100-ന് പുറത്ത്, 200-ൽ താഴെ. അപ്പം അങ്ങനെ നല്ല പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തതയാണ് വന്നത്. അതായത് പൊതുവെ പലർക്കും ഒരു ധാരണയില്ല ഈ ഒരു ഐറ്റിക്കാരൻ ഈ ഒരു പോസ്റ്റിൽ എത്താൻ പറ്റുന്നൊരു അവസരം KSEBിയിൽ ഉണ്ടെന്ന് എന്റെ ഒരു പുതിയ അറിവാണ്. അപ്പം ഓരോ പോസ്റ്റിൽ നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AE ആയിട്ട് കയറിയാൽ മാത്രമേ ഈ ഒരു പോസ്റ്റിൽ എത്തൂ എന്ന് പറയുന്നൊരു പൊസിഷനിലാണ് സാറ്. ഒരു ITI മുതൽ ഡിപ്ലോമ ഈ ഒരു മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് KSEB എന്നുള്ളൊരു ഒരു പൊതുബോധം ഉണ്ടാക്കിയത്. ഇപ്പോഴേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ ഇത്രയും കാലം KSEBിയിൽ ജോലി ചെയ്തപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് പാസ്സാകാത്ത ആളാണ് എഞ്ചിനീയർമാരായിട്ട് ജോലി ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ പൊതുബോധം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ലാറ്ററലായിട്ട് ITIക്ക് പോയി പാസ്സായ ശേഷം മാത്രമേ അവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ പറയുന്ന പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇമാതിരി പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു താറടിക്കലാണ്. അത് ശരിയായിട്ടുള്ള സംഗതിയല്ല. നല്ല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ തന്നെ അനുഭവം എടുക്കാം. ഞാൻ 97 ബാച്ചിൽ കയറി. ഞങ്ങളുടെ 1 മുതൽ ഒരു 10 വരെയുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്ന ആളുണ്ട്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, BHEL നിന്ന് വന്ന ആളുണ്ട്, സംസ്ഥാനത്തിൻ്റെ നമ്മളുടെ ഇതിൻ്റെ എന്താ പറയുന്നത് ടീച്ചറായിട്ടിരുന്ന ആൾക്കാരുണ്ട്. ഞാൻ ടാറ്റയിൽ നിന്ന് വന്നതാണ്. അപ്പം പിന്നെ TCSE അക്കാലത്ത് TCSE എന്ന് വന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം നോക്കണം, ഇത്രയും നല്ല ഹൈ പ്രൊഫൈൽ ജോലികൾ മാറ്റിവെച്ച ശേഷം KSEBിയിൽ വന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു 10 റാങ്കിനടുത്തുള്ള ആൾക്കാരുടെ കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പൊതുവിൽ ഈ പറയുന്ന എന്താ പറയുന്നത് അൺക്വാളിഫൈഡ് ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രചരണം അമ്പേ തെറ്റാണ്. നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് KSEBിയുടെ മുകളിലുള്ള നല്ല വിദ്യാഭ്യാസ യോഗ്യതയും. ഇനി ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഇപ്പോഴേ AE ലിസ്റ്റിൽ വന്നിട്ടുള്ള നല്ല ഒരു ശതമാനം ആൾക്കാർ PhD ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ PhD ഉള്ള AE ഉണ്ട്. നമുക്ക് പണ്ടത് കാണാനൊക്കത്തില്ലായിരുന്നു. കാലഘട്ടത്തിൻ്റെ ഇത് മാറ്റം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലയിലും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരാണ് വരുന്നത്. പ്രൊമോഷൻ സാധ്യതകളുമുണ്ട്. പിന്നെ നല്ല ജീവിക്കാൻ വേണ്ടുന്ന അത്യാവശ്യം നല്ല മാന്യമായിട്ടൊരു ശമ്പളം കൊടുക്കുന്നുണ്ട്. ജീവിത സാഹചര്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് KSEB. ആ രീതിയിൽ എനിക്ക് KSEBയെ ഞാൻ വളരെയധികം അഡ്വൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സാറ് ഇപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് സർവീസിൽ കിട്ടുന്ന പ്രൊമോഷൻ പോസ്റ്റുകളെ ഒക്കെ പറ്റിയായിരിക്കും. ഇപ്പം ഈ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും സാറ് ഇത്രയും വലിയൊരു കാലയളവിൽ സർവീസ് ഉണ്ട്, ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പം സർക്കാർ സർവീസിലുള്ള സാറിന്റെ ഒരു ജീവിതാനുഭവം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാൻ പറ്റും? സർക്കാർ സർവീസ് അല്ല, KSEB സർവീസാണ്. ജീവിതാനുഭവമല്ല, അതൊരു പ്രൊഫഷണൽ അനുഭവമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് KSEBയിലോട്ട് വന്ന് KSEB തിരഞ്ഞെടുക്കാനും അന്ന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. KSEBയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനറേഷനിലാണ്. ഓഫ് കോഴ്സ് ജനറേഷനിലാണ് ഒരു സാങ്കേതിക വിദഗ്ധൻ എന്നുള്ള രീതിയിൽ. ജനറേഷൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് 11 വർഷത്തോളം ഞാൻ ജനറേഷനിലെ എല്ലാ മേഖലയും AE ആയിട്ടും AXE ആയിട്ടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ടും ജനറേഷൻ മേഖലയിൽ ജോലി ചെയ്തു.
അത് കഴിഞ്ഞ ശേഷം നാടിനടുത്ത് ജനറേഷൻ ഇല്ലാത്തതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഓപ്റ്റ് ചെയ്തു. അങ്ങനെ ഏതാണ്ടൊരു 11 വർഷക്കാലത്തോളം ഡിസ്ട്രിബ്യൂഷനിലും ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 വർഷം എൻ്റെ സർവീസ് പീരീഡിൽ ഞാൻ ലീവ് എടുത്ത് വിദേശത്ത്, അത് തന്നെ ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ, കറാമ, അവിടെയും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയും പ്രൊജക്ട്സും പ്രൊട്ടക്ഷനുമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ രീതിയിൽ എന്താ പറയുന്നത് 27 വർഷം വളരെ ഡൈനാമിക്കായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എന്ന് പറയാം. തിരിഞ്ഞു നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ ജോലികളെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KSEB പോലുള്ള ഒരു സ്ഥാപനം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം എക്സ്പോഷറുകൾ, എക്സ്പീരിയൻസുകൾ ഒക്കെ കിട്ടുന്നത്. എനിക്കാണെങ്കിൽ CEA, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ 40 ആഴ്ച നീണ്ടിരിക്കുന്ന ട്രെയിനിങ്ങും ഒക്കെ എനിക്ക് KSEB തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെയധികം പ്രയോജനങ്ങളുണ്ട്. ബോർഡിനും തിരിച്ച് നമുക്ക് നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇതിനിടയ്ക്ക് IIM-ൽ ഉള്ള ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല രീതിയിൽ പെൻഷൻ തരുന്നുണ്ട്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് KSEB-യിൽ നിന്നുണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മളുടെ ഇലക്ട്രിസിറ്റി മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഡിസ്ട്രിബ്യൂഷനിൽ വരുമ്പോൾ, നമുക്ക് ഒരു എസൻഷ്യൽ സർവീസ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഷർ എപ്പോഴും ഉണ്ട്. ആ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ വളരെ ശക്തമായിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. എല്ലാ ദിവസവും ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, വർക്ക് ലൈഫ് ബാലൻസ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് KSEB എന്നുള്ളത്. നല്ല ആൾക്കാർ KSEB-യിലേക്ക് വരണം എന്നുള്ള എനിക്ക് നല്ല ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. സാറിന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് സാറ് സംസാരിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇത്രയും ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇപ്പം ഈ ഒരു എക്സാമിനേഷനിലേക്ക് തയ്യാറെടുക്കുന്ന, സാറിന്റെ ഭാഷ പറഞ്ഞ ജെൻസി കുട്ടികൾ, അപ്പൊ അവരോടായിട്ട് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അപ്പൊ ഇനി അവരുടെ കരിയർ വരികയാണ്, അപ്പൊ അവരുടെ തയ്യാറെടുപ്പുകളായിട്ട് പോവുകയാണ്. അപ്പൊ ഒരു സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലയിലേക്ക് കടന്നു വരാൻ അതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു ഗൈഡൻസ്. KSEB-യിലെ ഉദ്യോഗസ്ഥനേക്കാളും ഉപരി നമ്മൾ എന്താണ് പിതാവും ഒക്കെ കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പിള്ളേരെയും നമ്മുടെ മറ്റുള്ള ചുറ്റുപാടുമുള്ള ആൾക്കാരെയൊക്കെ നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ജെൻസിയുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങളുടെ കുറവ്, കോമ്പറ്റീഷൻ്റെ കൂടുതൽ. അപ്പോൾ അതിനകത്ത് ഈ ഡാർവിൻസ് തിയറിയൊക്കെയാണ് ഞാനിതിനകത്ത് ശക്തമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. അപ്പം അവസരങ്ങൾ കുറവായിരിക്കുകയും എൻജിനീയേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാകുകയും ചെയ്യുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ വളരെ ശക്തമാണ്. അതാണ് അതിൻ്റെ ഒരു വശം. മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇത്രയൊക്കെ ആണെങ്കിൽ പോലും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഇതിനോടെല്ലാം പൊരുതി നമ്മളൊരു റെസിലിയൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പരാജയത്തിലൊക്കെ പിന്മാറിപ്പോകാതെ എന്താ പറയുന്നത്, ഓരോ പരാജയം, അവസരമില്ലായ്മ പോലും നമ്മൾ അവസരമായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ റെസിലിയൻസ് പവർ ബിൽഡപ്പ് ചെയ്യണം, നമ്മൾ ഇട്ടിട്ട് പോകരുത്. അതാണ് അതിൻ്റെ ഒരു മറുവശം. പിന്നെ അവസരമില്ലായ്മ തന്നെ ഒരു അവസരമാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് നമ്മളൊക്കെ റീസെറ്റിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവസരമില്ലായ്മ പോലും നമ്മൾ അവസരങ്ങളായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ പരാജയഭീതി, ഏതാണ്ട് ഫിയർ ഓഫ് ദി അൺനോൺ എന്നൊക്കെ പറയുന്ന സംഗതി, അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം കുറച്ച് കാലത്തേക്ക്. ഇപ്പോൾ ആദ്യത്തെ 1-2 പരാജയങ്ങളോ മറ്റോ ഒന്നും നമ്മൾ തട്ടി മാറിപ്പോകാതെ എന്താ പറയുന്ന ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു എഫർട്ട് ഇട്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനൊക്കത്തുള്ളൂ. അതിന് മറ്റുള്ള സപ്പോർട്ടുകൾ, പ്രത്യേകിച്ചും ഈ ഇപ്പോഴേ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പോലെയല്ല, ഇപ്പോൾ പ്രൊഫഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ധാരാളമുണ്ട്, ഇൻഫർമേഷനുള്ള സോഴ്സുകളുണ്ട്, ഇതുപോലെ ട്രെയിനിങ് സ്ഥാപനങ്ങളുണ്ട്. അപ്പം നമുക്ക് എല്ലാ സംഗതികളും നമ്മളുടെ വിരൽത്തുമ്പിൽ ഉണ്ട്. മനസ്സുണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ വിരൽത്തുമ്പിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ സപ്പോർട്ട് നമ്മൾ സീക്ക് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒരു 1-2
മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്ക് മുന്നിലെത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് മാറ്റിമറിക്കുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷനെ എല്ലാം അതിജീവിക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടാകണം. പിന്നെ പഠിച്ചതെല്ലാം വെറുതെ ആയല്ലോ എന്നൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ തന്നെ പറയുകയാണ്, നമ്മൾ പഠിക്കുന്നതൊന്നും പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഏതവസരത്തിൽ വേണമെങ്കിലും ഈ സാധനം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു നിരാശയുടെ കാര്യമൊന്നുമില്ല. നല്ല ധൈര്യമായിട്ട് തന്നെ ജീവിതത്തിനെ ധീരതയോടുകൂടി നേരിടാനുള്ള ഒരു ഉൾക്കരുത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ജെൻസിക്ക് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. ഒരു ജീവിതത്തിന്റെ പൂർണ്ണത എന്താണെന്നും അത് എങ്ങനെ നേടിയെടുക്കാമെന്നുള്ളതും തന്റെ ജീവിതത്തിലൂടെ തന്നെ അനുഭവങ്ങളിലൂടെ തന്നെ നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുകയാണ് സന്തോഷ് സാർ. ഇത് ഓരോ ജനറേഷനും ഇൻസ്പിറേഷൻ ആകേണ്ടുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് കേവലം ഒരു ജോലിയാണ്. അതിനുള്ള അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. ഇതുമായി മുമ്പോട്ട് പോവുക. അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. ഇത്രയധികം സമയം നമുക്കായി മാറ്റിവെച്ച സന്തോഷ് സാറിന് എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേരുകയാണ്. ഒപ്പം തന്നെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഫ്യൂച്ചറിൽ നല്ല ഒരു നേട്ടമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.